ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. സത്യം പറയാലോ 3 മാസത്തിന് ശേഷമാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മനസ്സുമടുത്ത് നാട് വിട്ടുപോയെന്ന്. പക്ഷെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഓരോന്നായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ പലരും എവിടെയും പോയിട്ടില്ലായിരുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. ചിലരുടെ യൂസർ നെയിമൊക്കെ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ റെഗുലറായിട്ട് KBFC വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കമൻറ്റ് ചെയ്തിരുന്ന ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തു. ആൻഡ് നിങ്ങളെല്ലാവരും ഈ ചാനലിലും എന്നിലും അർപ്പിച്ച വിശ്വാസം ഇനി എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള സമയമാണെന്നുള്ള ബോധോദയം എനിക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബട്ട് ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും ഞാൻ അവസാനം ചെയ്ത 5 things you didn't know about കോൾഡോ ഒബിയേറ്റ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് ചെയ്തേക്കാം. മേക്ക് ഷുവർ യു വാച്ച് ഇറ്റ്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ആരും പറയാത്ത ഒരുപാട് നല്ല നല്ല ഫാക്ട്സുകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ തിയാഗോനെ പറ്റി അങ്ങനെ ആർക്കും അറിയാത്ത വലിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നുമില്ല. എല്ലാം വളരെ വെൽ ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഈ വീഡിയോയിൽ ഞാൻ ഒന്നാമതും പറയാൻ പോകുന്ന പോയിന്റുകളുണ്ട്. അത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഈ സമ്മറിൽ സൈൻ ചെയ്തിരിക്കുന്ന 3 ഫോറിൻ താരങ്ങളിൽ ഏറ്റവും നല്ല ബേസ് ഉള്ള ഏറ്റവും നല്ലൊരു ഫുട്ബോൾ അക്കാഡമിയുടെ പ്രോഡക്റ്റ് ആണ് ടിയാഗോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സൈനിങ്ങിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സൈനിങ്ങിൽ എനിക്ക് ചെറിയ ഡൗട്ടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു ഇതൊരു മോസ്റ്റ് എക്സൈറ്റിംഗ് സൈനിങ് ആണെന്നൊക്കെ. പക്ഷെ കൂടുതൽ ഞാൻ ഈ സൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മെയിനായിട്ട് 2 പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹിയർ ആർ 5 things you need to know about ടിയാഗോ ആൽവേസ്. 5ാമത്തെ പോയിന്റ് ഈ പ്ലെയറിന്റെ ഫുട്ബോളിലെ ബാല്യപാഠങ്ങളെ കുറിച്ച് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അക്കാഡമികളിൽ ഒന്നായ പോർച്ചുഗലിലെ സ്പോർട്ടിങ്ങിന്റെ അക്കാഡമിയുടെ പ്രോഡക്റ്റ് ആണ് ടിയാഗോ. ആക്ച്വലി ഞാനൊരു സ്റ്റാറ്റ് നോക്കുകയായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 10 അക്കാഡമികളുണ്ട്. ഈ ക്ലബ്ബുകളുടെ ലിസ്റ്റിൽ 7ാം സ്ഥാനത്താണ് സ്പോർട്ടിങ്. അതായത് ഈ ഒരു അക്കാഡമിയിൽ നിന്ന് വളർന്നു വരുന്ന പ്ലേയേഴ്സിനെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്രൈസിൽ വിൽക്കുന്ന, ബേസിക്കലി അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അക്കാഡമികൾ. പുതിയ ടാലന്റുകൾ വരുന്നു, അവരെ വലിയ യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് കയറ്റി അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിട്ടുള്ള 10 ക്ലബ്ബുകളിൽ 7ാം സ്ഥാനത്താണ് സ്പോർട്ടിങ്ങിന്റെ ഈ ഒരു ഫേമസ് അക്കാഡമി നോക്കുകയാണെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എക്കാലത്തെയും മികച്ച പ്ലെയേഴ്സ് എപ്പോഴും ടിയാഗോനെ പോലെ വിങ്ങർമാർ തന്നെയായിരുന്നു. ലൂയിസ് ഫീഗോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, റിക്കാർഡോ ക്വാരസ്മ, നാനി, കോൺസെസാവോ, ജിയോവാനി ക്വെൻഡ. ഇനി കുറച്ചുകൂടെ കുറഞ്ഞ ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ജോ മാരിയോ, ജെൽസൺ മാർട്ടിൻസ്, ഡാനിയൽ പൊഡൻസ്, ഇവരെല്ലാവരും യൂറോപ്പിൽ അത്യാവശ്യം നല്ലൊരു ഹൈ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ താരങ്ങളെയൊക്കെ വെച്ച് ടിയാഗോയുടെ ലെവൽ നമുക്ക് അളക്കാമെന്നല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അതുകൊണ്ട് അത് വിട്. പക്ഷെ ഒരു ഫുട്ബോളർ എന്ന രീതിയിൽ, അല്ല ഫുട്ബോളർ എന്നുള്ള കാര്യം വിട്, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മുടെ എൻവയൺമെന്റിൽ നിന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തും ആയിക്കോട്ടെ, നമ്മൾ പോകുന്ന സ്കൂള്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ടിയാഗോനെ പോലെ ഒരു പ്ലെയർ തന്റെ 10ാമത്തെ വയസ്സ് തൊട്ട് 15ാം വയസ്സ് വരെ, അതായത് 5 വർഷം ഒരു ഫുട്ബോളറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏർലി ഡെവലപ്മെന്റിന്റെ ഏറ്റവും പീക്ക് ഫേസിൽ സ്പോർട്ടിങ്ങിന്റെ അക്കാഡമിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ താരങ്ങളെയൊക്കെ ഒരു ടൈമിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു ലെവൽ ഓഫ് കോച്ചിങ്ങും ആ ഒരു പ്രൊഫഷണലിസവും ആ ഒരു ക്വാളിറ്റിയും ഒക്കെ ടിയാഗോയ്ക്കും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ISL പോലൊരു ലീഗിലേക്ക് കളിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഈ പ്ലെയറിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പൊ തന്നെ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ ഒരു ചോദ്യം വന്നേക്കാം, ടിയാഗോ ഇത്രയും നല്ല കോച്ചിങ് ലഭിച്ച ഇത്രയും നല്ലൊരു അക്കാഡമിയുടെ ഒരു ഡീസന്റ് പ്ലെയർ ആണെങ്കിൽ എന്തുകൊണ്ട് സ്പോർട്ടിങ്ങിനെ അവരുടെ സീനിയർ ടീമിൽ റെപ്രസെന്റ് ചെയ്തില്ല എന്ന്. അതിലേക്കാണ് നമ്മൾ 4ാമത്തെ പോയിന്റിൽ കടക്കാൻ പോകുന്നത്. എന്നാൽ ഇത് ടിയാഗോന്റെ പ്രശ്നം മാത്രമല്ല. യുവന്റസിന്റെ കോൺസെസാവോ, കഴിഞ്ഞ കൊല്ലം ചെൽസിയിൽ ഉണ്ടായിരുന്ന റെനാറ്റോ വേഗ, ആർസണലിന്റെ പഴയ ന്യൂനോ ടവാരസ്, ലെസ്റ്ററിന്റെ റിക്കാർഡോ പെരേര, ഈ പ്ലെയേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ സ്പോർട്ടിങ്ങിന്റെ അക്കാഡമിയിൽ ഉണ്ടായിട്ടും അവരുടെ സീനിയർ ടീമിനെ റെപ്രസെന്റ് ചെയ്യാനാവാതെ വേറെ ക്ലബ്ബുകളിലേക്ക് പോയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കോമ്പറ്റീഷൻ അത്രയ്ക്ക് ടൈറ്റ് ആണ്. ഈ ടിയാഗോന്റെ സെയിം ഏജ് ഗ്രൂപ്പിലാണ്
പണ്ട് ATKക്ക് കളിച്ച പോർച്ചുഗലിന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രൈക്കർമാരിൽ ഒരാളായ ഹെൽഡർ പൊസ്റ്റീഗ ഇല്ലേ, പൊസ്റ്റീഗയുടെ അനിയൻ ഹോസെ പൊസ്റ്റീഗയും അതുപോലെ തന്നെ പണ്ട് പ്രീമിയർ ലീഗിനെ കിടുകിടാ പറപ്പിച്ച ഒരു പ്ലെയർ ഉണ്ട്, മറ്റേസ് പെരേര എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ ഈ സംസാരിക്കുന്നത് 2006 തൊട്ട് 2011 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സ്പോർട്ടിങ് പോലൊരു ക്ലബില് അവരുടെ ഒരു സുവർണ കാലമൊന്നും അല്ല ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സ്പോർട്ടിങ്ങിൽ കാണുന്ന ആ ഒരു അറ്റാക്കിംഗ് ഫിലോസഫി ഒന്നും അല്ല ആ ഒരു സമയത്ത് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുട്ബോളിംഗ് ഫിലോസഫി അക്രോസ് ഓൾ ലെവൽസ്, അതായത് സീനിയർ മെൻസ് ടീം, വിമൻസ് ടീം, റിസർവ്സ്, ഏജ് ഗ്രൂപ്പിലുള്ള ഡിഫറെന്റ് under-21, under-19, under-17 അങ്ങനെ എന്ത് ഏജ് ഗ്രൂപ്പും ആയിക്കോട്ടെ, ആ ഏജ് ഗ്രൂപ്പുകളിൽ എല്ലാവരും മിക്ക ടോപ്പ് ക്ലബ്സും ഒരേ സെയിം ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ഒരു പ്ലെയറിന് ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് മറ്റതിലോട്ട് കയറുമ്പോൾ ട്രാൻസിഷൻ വളരെ എളുപ്പമായിരിക്കും. അവർ കളിക്കുന്ന സ്റ്റൈല് സെയിം ആയതുകൊണ്ട് പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട വരുന്നില്ല. ചെറുപ്രായത്തിലെ പ്ലെയേഴ്സ് അതിലേക്ക് ഗ്രൂംഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഏതൊരു ഏജ് ഗ്രൂപ്പിലും വളരെ ഈസി ആയിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റും. ആ ഒരു സാഹചര്യം ആ ക്ലബ്ബിൽ ആ സമയത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലൊന്നും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ടിയാഗോയ്ക്ക് ഉണ്ടായിരുന്നു കാണില്ല. ഈ സെയിം ഏജ് ഗ്രൂപ്പിൽ തന്നെ ഹോസെ പൊസ്റ്റീഗനെ പോലെയും മത്തേസ് പെരേരയും പോലെയുള്ള പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മേ ബി അതുകൊണ്ടായിരിക്കാം ടിയാഗോയ്ക്ക് അവിടെ ഒരു സീനിയർ ലെവലിൽ കളിക്കാൻ പറ്റാണ്ടിരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും ടിയാഗോയും തമ്മിലുള്ള സ്പോർട്ടിംഗ് കണക്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു അല്ലേ. പക്ഷെ 2003 റൊണാൾഡോ സ്പോർട്ടിങ്ങിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നപ്പോൾ ആ സെയിം ടൈമിൽ റൊണാൾഡോയുടെ കൂടെ തന്നെ യുണൈറ്റഡ് സൈൻ ചെയ്ത വേറൊരു പ്ലെയർ ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ക്ലബ്ബ് റൊണാൾഡോയെക്കാളും പ്രതീക്ഷ വെച്ചിരുന്നത് ആ ഒരു പ്ലെയറിലായിരുന്നു. ആ പ്ലെയറും നമ്മുടെ ടിയാഗോയും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രസീലിയൻ താരം ക്ലബേഴ്സിനെ കുറിച്ചാണ്. 1999 തന്റെ ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്ത ക്ലബേഴ്സൺ 2001 അത്ലറ്റിക്കോ പാരനൻസയുടെ കൂടെ ബ്രസീലിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ടൈറ്റിൽ ജയിച്ചു. ഇതോടുകൂടി 2002 ബ്രസീൽ വേൾഡ് കപ്പ് ജയിച്ച ടീമിന്റെ ഭാഗമാവാനും ക്ലബേഴ്സിന് കഴിഞ്ഞു. ആ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 2003 ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ക്ലബേഴ്സൺ തുടക്കക്കാരനായ റൊണാൾഡോയുടെ കൂടെ ഒരു ഡബിൾ സൈനിങ് ആയിട്ട് വരുന്നത്. റൊണാൾഡോ പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിലെയും ഈ ലോകത്തിലെയും തന്നെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായി മാറി. പക്ഷെ ക്ലബേഴ്സിന് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പരിക്കുകൾ കാരണം ക്ലബേഴ്സിന്റെ കരിയർ പിന്നീട് നേരെ താഴോട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും യുണൈറ്റഡിന് വേണ്ടി ആദ്യമായി കളിക്കുന്ന ബ്രസീലിയൻ താരവും യുണൈറ്റഡിന് വേണ്ടി ആദ്യമായി ഗോൾ നേടുന്ന ബ്രസീലിയൻ താരവും ക്ലബേഴ്സൺ ആണ്. നമ്മുടെ ടിയാഗോനെ നിലവിൽ മാനേജ് ചെയ്യുന്ന സെയിം ഏജന്റ് ആണ് ഇപ്പോ ക്ലബേഴ്സിന്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സ്പോർട്സ് എന്ന ഏജൻസി നിലവിൽ ഏഷ്യയില്, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയില്, അതായത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ഒരുപാട് പ്ലെയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിൽ അത്ര മോശമില്ലാത്ത ക്ലയൻസ് ഉള്ള ഒരു ഏജൻസി റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയർ ആയതുകൊണ്ട് തന്നെ ടിയാഗോയിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ടിയാഗോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് താരമാണ്. സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ, നൈജീരിയ, ഫ്രാൻസ്, സെർബിയ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ ഉണ്ടായിട്ടുള്ള 9 രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് പോർച്ചുഗൽ. ISLന്റെ ചരിത്രത്തിൽ ആകെ മൊത്തം 18 പോർച്ചുഗീസ് താരങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. അതായത് ലീഗിന്റെ ടോട്ടൽ ഫോറിനേഴ്സിന്റെ വെറും 3% മാത്രം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരുപാട് ആരും അങ്ങനെ ഓർത്തിരിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ അല്ല അത്. നമ്മുടെ ക്ലബിന് വേണ്ടി അദ്ദേഹം 11 മത്സരങ്ങൾ കളിച്ചിരുന്നു. നിങ്ങൾക്ക് ആരാണതെന്ന് അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോ. ഇനി ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുക വേണ്ട. കാരണം അതിലേക്ക് തന്നെയാണ് നമ്മൾ പോയിന്റ് നമ്പർ 1 പോകാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതിനു മുമ്പ് ബൂട്ടണിഞ്ഞ ആ പോർച്ചുഗീസ് താരം ആരാണെന്ന് അറിയാൻ ടിയാഗോ ജനിച്ച പോർച്ചുഗലിലെ സ്ഥലത്തിനെ കുറിച്ചൊന്ന് ഓർത്താ മതി. അതെ, ടിയാഗോ ജനിച്ച സ്ഥലത്തിനും പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ആ പോർച്ചുഗൽ താരത്തിനും ഒരേ പേരാണ്, കോയംബ്ര. 2015 പോർച്ചുഗീസ് മിഡ്ഫീൽഡറായ ജാവോ കോയംബ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത്. ആ സീസണിലെ അവസാന മത്സരത്തിൽ അന്നത്തെ ഡൽഹി ഡൈനാമോസിനെതിരെ ഈ താരം ഗോളും അടിച്ചിരുന്നു. ശരിക്കും ആ ഒരു സീസൺ നമ്മൾ എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം 2014 ISLന്റെ ഇനോഗ്രൽ സീസണിൽ നമ്മൾ റണ്ണറപ്പ് ആയതിനു ശേഷം 2015 ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു, കളി കാണാൻ പോയി. എന്നിട്ട് നമ്മൾ വെറും 3 ജയങ്ങളോടെ
ടേബിളിന്റെ ഏറ്റവും അവസാനമാണ് ഫിനിഷ് ചെയ്തത്. എന്തായാലും 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു പോർച്ചുഗീസ് താരം ഈ ക്ലബിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു വിധി മാത്രം തരല്ലെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ആശങ്കകൾ ഞാൻ പങ്കുവെക്കാം. അതിൽ ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ പ്ലെയറിനെ എങ്ങനെ നമ്മുടെ ലൈനപ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓബിയസ്ലി ടിയാഗോയ്ക്ക് ഫ്രണ്ട് ത്രീയിൽ എവിടെ വേണമെങ്കിലും കളിക്കാനുള്ള ആ ഒരു വെർസറ്റൈൽ നേച്ചർ ഉണ്ട്. പക്ഷെ നാച്ചുറലി ഇദ്ദേഹം ഒരു ലെഫ്റ്റ് വിംഗർ ആണ്. ലെഫ്റ്റ് വിംഗിൽ ഓൾറെഡി ഒരു ഫോറിൻ ഓപ്ഷൻ ആയിട്ട് നമുക്ക് നോവ ഉണ്ട്. നമ്പർ 10 ഞാൻ എപ്പോഴും ലൂണയെ പ്രിഫർ ചെയ്യുള്ളൂ. ഒരു ഫോറിൻ സെന്റർ ബാക്ക് എന്തായാലും നമുക്ക് വേണം. അപ്പൊ തന്നെ 3 പൊസിഷൻസ് ഫില്ലായി. പിന്നീടുള്ള ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ എന്തായാലും കോൾഡോ ഒബിയറ്റ് ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു 4 ഫോറിനർ കോട്ട ISL ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഈ പ്ലെയറിനെ അതിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ കണ്ടറിയണം. റൈറ്റ് വിങ്ങിൽ എന്തായാലും ടിയാഗോ ഒരിക്കലും കളിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവിടെ നമുക്ക് ഇഷ്ടം പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ ഓപ്ഷൻസ് ഉണ്ട്. ആ യങ് പ്ലേയേഴ്സിന്റെ ഒന്നും ഗെയിം ടൈം ടിയാഗോ കാരണം പോരുത്. ഇതൊരു വലിയ ആശങ്കയൊന്നുമല്ല. കാരണം ഈ ഒരു സീസണിന്റെ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ക്ലബ്ബുകളും പ്രീ സീസൺ വളരെ വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഓഫ് സീസൺ അത്രയും നീണ്ടുപോയത് കൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിന്റെയും ഫിസിക്കൽ കണ്ടീഷൻ ഏത് ലെവലിലാണെന്ന് നമുക്ക് അറിയില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും പ്ലേയേഴ്സ് ഒക്കെ ഔട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡെപ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വാളിറ്റി അറ്റാക്കിംഗ് ഫോറിൻ ഓപ്ഷൻ കൂടെ ഉള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് ഇനി ഞാൻ നമ്മുടെ മെയിൻ ആശങ്കയിലേക്ക് വരാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് എടുത്ത് പറഞ്ഞാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ദൂഷാൻ ലഗത്തോർ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് നമ്മുടെ ടീമിൽ ഒരു ലോങ് ടേം കളിക്കുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്ഫുൾ ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ അവിടെ ഒരു ക്വാളിറ്റി ഓപ്ഷൻ ഇല്ലെങ്കിൽ ട്രാൻസിഷനിൽ നമുക്ക് ഒരുപാട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ടീമുകൾ നമ്മുടെ ഡിഫൻസിലോട്ട് റണ്ണുകൾ മേക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പ്രഷറിലാവാനുള്ള ചാൻസ് ഉണ്ട്. ആ മിഡ്ഫീൽഡിൽ അങ്ങനെ ഒരു പ്ലെയർ വന്നാലേ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ലൂണയ്ക്ക് അങ്ങനെ ഒരു ജോലി കൊടുത്താൽ പുള്ളി ടീമിന് വേണ്ടി എന്ത് പണിയും ചെയ്യും. പുള്ളി ട്രാക്ക് ബാക്ക് ചെയ്യും, പുള്ളി എത്ര വേണമെങ്കിലും ഡിഫെൻഡ് ചെയ്യും, എത്ര ഡീപ്പായിട്ട് വേണമെങ്കിലും കളിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുതെന്നേ. പുള്ളിക്ക് ഒരു അറ്റാക്കിംഗ് തേർഡിൽ ഒരു ഫ്രീ ആയിട്ടുള്ള റോൾ കൊടുക്കണം. അങ്ങനെ ഒരു ഫ്രീഡം പുള്ളിക്ക് കിട്ടണമെങ്കിൽ മിഡ്ഫീൽഡിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരണം. അതെന്തായാലും ഈ ഒരു വിൻഡോയിലും നമ്മൾ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പം എങ്ങനെയാണെന്നറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഹുവാനെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിപ്പിക്കാം. സെൻട്രൽ ബാക്ക് ആയിട്ട് ചിലപ്പോൾ ഹോർമി ബികാഷ് ഒരു സോളിഡ് ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ കൂടെ വേണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യൻ ഡിഫൻസ് ഒക്കെ നമുക്ക് പരീക്ഷിക്കാം. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്, എത്രത്തോളം അതിന്റെ പോസിബിലിറ്റി, എത്രത്തോളം അത് നമുക്ക് ബെനിഫിഷ്യൽ ആണെന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 2 ആശങ്കകളാണ് ഈ സൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിലവിൽ വരുന്നത്. എനിക്ക് ഈ സൈനിങ്ങിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇതിനു മുമ്പ് ഇവിടെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കളി കാണുക. വ്യാഴാഴ്ച എന്തായാലും സൂപ്പർ കപ്പ് ഉണ്ട്. ആ കളി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാം. എന്താണ് സംഭവം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ടിയാഗോ ആൽവസിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് കൺസേൺസും ഉണ്ടെന്ന് നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സർക്കിളിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പറയുക. അപ്പൊ പോസ്റ്റ് മാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എൻജോയ് ദ ഗെയിം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.